ഹായ് ഓൾ കൊമേഴ്സ് കോളേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിൽ കാണുന്നവരെന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിസിനസ് എക്കണോമിക്സിൻ്റെ BComലെ ബിസിനസ് എക്കണോമിക്സിൻ്റെ ഒരു മൊഡ്യൂളായ പ്രൈസിങ് ആൻഡ് പ്രൈസിങ് ഡിസിഷനിലെ ചെറിയൊരു പാർട്ടാണ് റിവൈസ് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിന്ന് പ്രൈസിങ് ആൻഡ് പ്രൈസിങ് പോളിസി എന്നുള്ള മൊഡ്യൂൾ, ബിസിനസ് എക്കണോമിക്സിലെ പ്രൈസിങ് ആൻഡ് പ്രൈസിങ് പോളിസി എന്നുള്ള 4th മൊഡ്യൂളിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. മെയിനായിട്ട് അവിടെ പറയുന്നത് എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസിങ്, അതുപോലെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ആൻഡ് പ്രോസസ് ഓഫ് പ്രൈസിങ്, what are the methods of pricing, അതുപോലെ തന്നെ what you mean by product line pricing, what are the methods used in product line pricing, and also how the product a new product is priced. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് വാട്ട് യു മീൻ ബൈ പ്രൈസ്. എന്താണ് പ്രൈസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തുകയായിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടാണ് എന്ത്, പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ബയർ ടു ദ സെല്ലർ ഫോർ അവൈലിങ് സർട്ടൈൻ ഗുഡ്സ് ഓർ സർവീസസ്. എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും സർവീസ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയർ സെല്ലർ കൊടുക്കുന്ന എമൗണ്ടാണ് എന്ത്, പ്രൈസ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ. ദെൻ പ്രൈസിങ്, ഇങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, പ്രൈസിങ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽസിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രക്രിയയാണ് എന്ത്, പ്രൈസിങ്. ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ price of a product or service, that is pricing. Then next area, or the most important area, is that the objectives of pricing. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇടുന്ന സമയത്ത് നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ പ്രൈസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? അത്തരത്തിലൊരു പ്രൈസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്ന സമയത്ത് അതിനെ കൊണ്ട്, ആ ഒരു പ്രൈസിനെ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണെന്ത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. ഒരിക്കലും നമ്മൾ എപ്പോഴും എന്തായിരിക്കില്ല, പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ് മാത്രമായിരിക്കില്ല. ദർ മേ ബി സർട്ടൻ നോൺ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓൾസോ. എപ്പോഴും പ്രൈസ് നിർണ്ണയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിരിക്കില്ല, എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് തന്നെ ആവണമെന്നില്ല നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടാവുക. മേ ബി ദർ മേ ബി നോൺ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓൾസോ. സോ ദ പ്രൈസിങ് objectives, or the objectives of pricing can be either economic objectives or non-economic objectives. First one is that economic objectives. Economic objectives, അതിൽ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് മാക്സിമൈസ് പ്രോഫിറ്റ്. മാക്സിമൈസ് പ്രോഫിറ്റ്. നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത് എന്തിനായിരിക്കാം, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ. ഇപ്പോൾ ABC എന്ന് പറയുന്നൊരു കമ്പനി, ABC എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുകയാണ്. അവരുടെ ഒരു പ്രൊഡക്റ്റാണ്, ഒരു ടൂത്ത് പേസ്റ്റാണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൈസ് അവർ നിർണ്ണയിക്കുമ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവരുടെ കമ്പനിയിലെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലേ. ഈ പ്രൈസിലൂടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് എക്കണോമിക് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്, മാക്സിമൈസ് പ്രോഫിറ്റ്. ദ നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. എന്താണ് മാർക്കറ്റ് ഷെയർ? എന്താണ് മാർക്കറ്റ് ഷെയർ? അതായത് മാർക്കറ്റ് ഷെയർ മീൻസ് എന്തായിരുന്നു, മാർക്കറ്റ് ഷെയർ ഈസ് ദ portion of a market controlled by a particular company or product. ഒരു മാർക്കറ്റിലെ എത്രത്തോളം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, എത്രത്തോളം
ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഷെയർ ഉണ്ട്. നമ്മുടെ ഷെയർസ് എല്ലാം ഉദ്ദേശിക്കുന്നത് എന്താ, എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റ് ഉണ്ട്, അതാണ് എന്ത് മാർക്കറ്റ് ഷെയർ എന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ പ്രൈസ് നിർണ്ണയിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ആ മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് ABC എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിന് 70% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതായത് ആ മാർക്കറ്റിലത്തെ 70% ആൾക്കാർ എന്താ നമ്മുടെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അച്ചീവ് എ ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ബിസിനസ്സിൽ പണം മുടക്കിയിട്ടുണ്ടാവും ഒരുപാട്, ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് അക്വയർ ചെയ്യണം, അതായിരിക്കാം ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റീവ്. ദെൻ ടു മീറ്റ് ഓർ പ്രിവെൻറ്റ് കോമ്പറ്റീഷൻ. ടു മീറ്റ് ഓർ പ്രിവെൻറ്റ് കോമ്പറ്റീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലേ? എന്താ മാർക്കറ്റിൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും നമ്മുടെ പ്രൊഡക്ട്സിന്, അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അവരുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ ആ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കാം പ്രൈസിങ് നടത്തുന്നുണ്ടാവുക. ദെൻ ടു സ്റ്റെബിലൈസ് ദ പ്രൊഡക്റ്റ് പ്രൈസസ്. ടു സ്റ്റെബിലൈസ് ദ പ്രൊഡക്റ്റ് പ്രൈസ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എപ്പോഴും സ്റ്റേബിളായിട്ട് നിർത്താൻ. ടു സ്റ്റെബിലൈസ് ദ പ്രൊഡക്റ്റ് പ്രൈസ്. Then to mobilize resources for development and expansion. To mobilize the resources for development and expansion. ഫ്യൂച്ചറിൽ ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് റിസോഴ്സസ്, മാൻ ആയിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, എല്ലാ റിസോഴ്സസും അതിനുവേണ്ടി മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പം പ്രൈസിങ് നടത്തുന്നുണ്ടാവുക. ദെൻ ടു ബിൽഡ് ഇമാജ് ആൻഡ് എൻഹാൻസ് ഗുഡ് വിൽ. ചെറിയ റേറ്റിനൊക്കെ അല്ലെങ്കിൽ നല്ലൊരു പ്രൈസിൽ പോകുന്ന പ്രൈസിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത്തരം പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് എന്തുണ്ടാവും, നല്ലൊരു ഇമേജ് ഉണ്ടാവും മാർക്കറ്റിൽ, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാവും. അങ്ങനെ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പം പ്രൈസിങ് നടത്തിയിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ഇസ് ദാറ്റ് ദീസ് ആർ ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. Then next there are also certain non-economic objectives behind the pricing. So that is to promote social welfare. എന്തെങ്കിലും സോഷ്യൽ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊക്കെ ഫെമിലിയർ ആണ് അല്ലേ ക്ലാസ്മേറ്റ് എന്നുള്ളൊരു നോട്ട്ബുക്ക്, അല്ലേ? ആ ക്ലാസ്മേറ്റ് എന്നുള്ള നോട്ട്ബുക്ക് എന്താ പ്രത്യേകത? അത് കമ്പാരിറ്റീവ്ലി ഹൈ പ്രൈസ്ഡ് നോട്ട്ബുക്സാണ്. പ്രൈസ് എന്താ കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, അല്ലേ? എന്തിനിങ്ങനെ ഹൈ ആക്കുന്നത്? അതിന് പിന്നിലൊരു അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്തിനാ ഇത്തരത്തിൽ പ്രൈസിങ് നടത്തിക്കൊണ്ട് ഏൺ ചെയ്തിട്ടുണ്ടാവുന്ന എമൗണ്ട് അവരെന്തിനു യൂസ് ചെയ്യുന്നു? പുവറായിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ക്ലാസ്മേറ്റ്സിൽ നിന്ന് കിട്ടുന്ന പൈസ, എക്സ്ട്രാ അവർക്ക് ഉണ്ടാവുന്ന പൈസ എന്ത് ചെയ്യുന്നുണ്ട്? പാവപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠനത്തിനും മറ്റുള്ള ചിലവിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു നോട്ട്ബുക്കിന് ഹൈ പ്രൈസ് ആയിട്ട് കാണുന്നത്, അല്ലേ? അപ്പോൾ അവരുടെ ആ ഒരു കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നോൺ എക്കണോമിക് ഒബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ദെൻ ടു കോൺട്രിബ്യൂട്ട് ഫോർ ഇൻഡസ്ട്രിയൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്. എൻ്റെ ഒരു ഇൻഡസ്ട്രീൻ്റെ സ്റ്റെബിലിറ്റിക്കും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പം പ്രൈസിങ് നടത്തിയിട്ടുണ്ടാവുക. ദെൻ ടു കോൺട്രിബ്യൂട്ട് ഫോർ ഇൻക്രീസ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. എന്താ നാഷണൽ ഇൻകം? ദ അഗ്രിഗേറ്റ് ഇൻകം ഓഫ് എ കൺട്രീസ് ടേംഡ് ആസ് നാഷണൽ ഇൻകം, അല്ലേ? അപ്പോൾ ആ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ കമ്പനീസ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. Objectives of pricing there may be economic objectives or non-economic objectives. Okay, then what are the steps in setting the price? എന്തൊക്കെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്, അല്ലേ? there is a sequential order for determining the price of a product or services. ഒരു പ്രൊഡക്റ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം.
So first one, studying the target market. First of all, we have to study the target market. എന്താണ് ടാർഗറ്റ് മാർക്കറ്റ്? എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് അറ്റ് വിച്ച് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇസ് എയിംഡ്. ദാറ്റ് ഈസ് ദ ടാർഗറ്റ് മാർക്കറ്റ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളത് എത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ABC എന്ന് പറയുന്ന കമ്പനി തന്നെ ഒരു സോപ്പ് അല്ലേ, ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അവരത് എയിം ചെയ്യുന്നത് കുട്ടികളുടെ ബേബി സോപ്പാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ്? ബേബികളാണ്, അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റാണ്. അത്തരത്തിലുള്ളതാണ് എന്ത് ടാർഗറ്റ് മാർക്കറ്റ്. പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് അറ്റ് വിച്ച് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇസ് എയിംഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിറ്റർമിൻ അവർ ടാർഗറ്റ് മാർക്കറ്റ്. നമ്മൾ എത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിനിടയിലാണത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ചില ഹൈ ഇൻകം ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ലോ ഇൻകം ഗ്രൂപ്പ്സിനെ ഉദ്ദേശിച്ചായിരിക്കാം ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലാണോ നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. ദെൻ സെലക്ടിങ് ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ഡിറ്റർമിൻ ചെയ്യണം, എന്താണ് നമ്മുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്. ചിലപ്പോൾ അത് നോൺ എക്കണോമിക് ഒബ്ജക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ് ആയിരിക്കാം. അത് ഏത് ഒബ്ജക്റ്റീവാണ് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് അത് ഡിറ്റർമിൻ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് സെലക്ടിങ് ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ്, ഡിറ്റർമിനിങ് ദ ഡിമാൻഡ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ, അത് ഡിറ്റർമിൻ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഹൈ പ്രൈസിലാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ അതിന് റിലേറ്റീവ്ലി ഡിമാൻഡ് കുറവായിരിക്കും. ലോ പ്രൈസിൽ കൊടുത്താലോ ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദ നെക്സ്റ്റ് fourth step is that estimating the cost of producing a product or service. എന്താണ് കോസ്റ്റ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് സർട്ടൻ ഗുഡ്സ് ഓർ സർവീസസ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഉണ്ടാക്കാൻ നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണെന്ത് കോസ്റ്റ്. നമുക്ക് ചിലവായ തുകയാണെന്ത് കോസ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രൈസിങ് നടത്തുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്ന് അനലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 10 രൂപയാണ് ചിലവായത്, കോസ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ പ്രൈസിങ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തേ ചെയ്യാൻ പാടുള്ളൂ, ആ കോസ്റ്റിനേക്കാളും മുകളിലുള്ളൊരു പ്രൈസാണ് ഇടേണ്ടത് അല്ലേ. ഒന്നിക്കലും നമുക്ക് ആ കോസ്റ്റിന് ഈക്വലായിട്ട് ഇടുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പോൾ 10 രൂപേൻ്റെ കോസ്റ്റുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ 15 രൂപക്ക് സെയിൽ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൈസ് ഇടുന്ന സമയത്ത് അവിടെ നമുക്ക് 5 രൂപ പ്രോഫിറ്റ് മാർജിൻ കിട്ടും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തണം. നേരെ മറിച്ച് കോസ്റ്റ് ഒന്നും അറിയാണ്ട് നമ്മൾ ഇങ്ങനെ പ്രൈസ് ഇട്ടുകൊണ്ട് കാര്യമുണ്ടോ? മിയർ എക്സെപ്ഷനിൽ ഒരിക്കലും അതിനെ കൊണ്ടൊരു കാര്യമില്ല. കാരണം ചിലപ്പോൾ നമുക്ക് അവിടെ ലോസ് ആവാം, ചിലപ്പോൾ നമ്മുടെ കോസ്റ്റിനേക്കാളും കുറവായിട്ടായിരിക്കാം നമ്മളിപ്പോൾ പ്രൈസ് ഇടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം, കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യണം. ദെൻ ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ദാറ്റ് അനലൈസിങ് പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും മാർക്കറ്റിൽ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുമ്പം നമ്മുടെ അതേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽസ് നടത്തുന്ന ആൾക്കാരുടെ പ്രൈസ് എത്രത്തിലാണ് അത് അനലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുക. അപ്പോൾ നമ്മളെപ്പോഴും പ്രൈസിങ് നടത്തുമ്പം അവരുടെ ഒരു പ്രൊഡക്റ്റിന് റിലേറ്റീവായിട്ടുള്ള രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പുതിയൊരു പ്രൊഡക്റ്റ് പേസ്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഒരു പേസ്റ്റാണ് ലോഞ്ച് ചെയ്യുന്നത്. ഒരുപാട് പേസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. കോൾഗേറ്റ് ആയാലും പെപ്സോഡൻ്റ് ആയാലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റിന് പ്രൈസ് ഇടുന്ന സമയത്ത് നമ്മൾ അവരുടെ പ്രൈസസ് എങ്ങനെയാണെന്ന് നോക്കാം. അവരുടെ പ്രൈസിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രൈസ് ഇട്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കുറവായിരിക്കും. നേരെ താഴ്ന്ന് കുറച്ചൊന്നും നമുക്ക് പ്രോഫിറ്റും കിട്ടണമെന്നില്ല. അപ്പോൾ റിലേറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് അനലൈസ് ചെയ്യണം. The next step that selecting the
പ്രൈസിങ് മെത്തേഡ്, എങ്ങനെയാണ് പ്രൈസ് ഇടുന്നത്, അല്ലെങ്കിൽ ഏതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൈസ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ there are a number of pricing method that will be discussed in later in detail. There is cost plus method, കോസ്റ്റിനേക്കാൾ ചെറിയൊരു പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് കോസ്റ്റ് പ്ലസ് മെത്തേഡ്. ദെൻ ബ്രേക്ക് ഈവൺ പ്രൈസ് മെത്തേഡ്, ബ്രേക്ക് ഈവൺ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് എടുത്തത്, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതാദ്യം ഡിറ്റർമിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രൈസിങ് മെത്തേഡ് ഏതാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചു. ആൻഡ് ഫൈനലി വി വിൽ സെറ്റ് ദ ഫൈനൽ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. Last step is that setting the final price, that is to decide on the final price. Certain some other factors should be considered like psychology of consumers, firm's pricing policy, and the impact on other parties. After determining or after analyzing these all factors, we should set the final price of the product. എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്ന. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ pricing decision. The first one, studying the target market, selecting the pricing objective, determining demand, estimating cost, analyzing prices of competitors, selecting the pricing method, and finally setting the final price of the product. That's all about steps in setting the price.